നമസ്കാരം. ചാനൽ 5+ലേക്ക് സ്വാഗതം. ഞാൻ നാസർ ബേപ്പൂർ. ഇന്ത്യൻ രൂപയ്ക്ക് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇടിവ്. ഇന്ത്യൻ ഓഹരി വിപണിയിലുണ്ടായ തളർച്ചയും സർക്കാർ ഉടമസ്ഥതയിലുള്ള ബാങ്കുകളുടെ ഡോളർ വിൽപ്പനയുമാണ് ഇന്ത്യൻ രൂപയുടെ മൂല്യം എക്കാലത്തെയും താഴ്ന്ന നിലയിൽ എത്തിച്ചത്. ഇന്ന് ഒരു UAE ദിർഹത്തിന്റെ മൂല്യം 22.998 രൂപയാണ്. ഇന്നലെ ഒരു UAE ദിർഹത്തിന് 23 രൂപ എന്ന റെക്കോർഡ് താഴ്ചയിലേക്ക് കറൻസി ഇടിഞ്ഞിരുന്നു. UAE ദേശീയ ദിനാഘോഷങ്ങൾ ഇനി ഈദ് അൽ ഇത്തിഹാദ് അഥവാ ദേശീയ പെരുന്നാൾ എന്ന പേരിൽ അറിയപ്പെടും. ഇതിന്റെ ഭാഗമായി ഡിസംബർ 2-ന് രാജ്യത്തെ 7 എമിറേറ്റുകളിലുമുള്ള ഈദ് അൽ ഇത്തിഹാദ് സോണുകളിൽ നിരവധി വർണ്ണാഭമായ പരിപാടികൾ അരങ്ങേറും. ദേശീയ ദിനത്തിന്റെ ആനന്ദത്തിൽ പങ്കുചേരാൻ എല്ലാവരെയും ക്ഷണിക്കുന്നതായി സംഘാടക സമിതിയുടെ സ്ട്രാറ്റജിക് ആൻഡ് ക്രിയേറ്റീവ് അഫയേഴ്സ് ഡയറക്ടർ ഈസ അൽ സുബൈസി അറിയിച്ചു. ഡിസംബർ 2, 3 തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലാണ് ദേശീയ ദിനത്തിന്റെ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത് ശനി ഞായർ വാരാന്ത്യവുമായി ചേരുമ്പോൾ ഫലത്തിൽ 4 ദിവസത്തെ അവധി ലഭിക്കും. കഴിഞ്ഞ 6 മാസത്തിനിടെ ആകെ 262 വാഹനാപകടങ്ങളിലായി ദുബായിൽ 15 പേർ മരിച്ചു. 299 പേർക്ക് പരിക്കേറ്റു. ഇതിൽ 25 പേരുടെ നില ഗുരുതരമാണ്. അശ്രദ്ധമായ ലൈൻ മാറ്റങ്ങളും പെട്ടെന്നുള്ള തിരിവുകളുമാണ് പ്രധാനമായും അപകടങ്ങൾക്ക് കാരണമാകുന്നത്. ബോളിവുഡിലെ പ്രമുഖ സംഗീതജ്ഞരുടെ പരിപാടി സൗജന്യമായി കാണാൻ ദുബായിൽ അവസരം. ബോളിവുഡ് ഗായകരായ ബാദ്ഷാ, ജോനിത ഗാന്ധി, ഇൻഡി റോക്ക് ബാൻഡ് അവിയൽ എന്നിവരാണ് ഈ മാസം 16-ന്, അതായത് വരുന്ന ശനിയാഴ്ച സബീൽ പാർക്കിൽ പരിപാടി അവതരിപ്പിക്കുന്നത്. എമിറേറ്റ്സ് ലവ്സ് ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന പരിപാടി രാവിലെ 11 മണിക്ക് ആരംഭിച്ച് രാത്രി 11 വരെ നീണ്ടു നിൽക്കും. ഹാസ്യനടൻ സന്ദീപ് ആനന്ദിന്റെ കോമഡി, പരമ്പരാഗത സാംസ്കാരിക നൃത്തങ്ങൾ, ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ സംഗീതം എന്നിവയും അരങ്ങേറും. 40-ലേറെ ഫുഡ് സ്റ്റോളുകളിൽ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഭക്ഷ്യവസ്തുക്കൾ ഒരുങ്ങും. കരകൗശലങ്ങളും പാരമ്പര്യവും പ്രദർശിപ്പിക്കുന്ന 8 സ്റ്റോളുകളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. വർണ്ണാഭമായ സാംസ്കാരിക പരേഡും ചടങ്ങിൽ നടക്കും. പരിപാടിയിൽ സൗജന്യമായി പങ്കെടുക്കാൻ 04202772 എന്ന ഫോൺ നമ്പറിൽ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. രജിസ്റ്റർ എന്ന വാട്സപ്പ് സന്ദേശം വഴിയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. ഓർമ്മ ബാലവേദി നക്ഷത്രക്കൂട്ടം എന്ന പേരിൽ ബാലവേദി കൺവെൻഷനും വാന നിരീക്ഷണ ക്യാമ്പും സംഘടിപ്പിച്ചു. സേതു കണ്ടനകം ഉദ്ഘാടനം ചെയ്തു. ലിജിന കൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രദീപ് തോപ്പിൽ ആശംസകൾ അർപ്പിച്ചു. ശ്രീലാൽ സ്വാഗതവും മിനി ബാബു നന്ദിയും പറഞ്ഞു. ശരത് പ്രഭു വാന നിരീക്ഷണത്തെക്കുറിച്ച് ക്ലാസ് എടുത്തു. പുതിയ ഭാരവാഹികളായി ആജ്ഞേയ സുഭാഷ് സെക്രട്ടറി, ഇഷാൻ അനീസ് പ്രസിഡന്റ്, അർജുൻ ഓമനക്കുട്ടൻ വൈസ് പ്രസിഡന്റ്, ശ്രീഹരി അംബുജാക്ഷൻ ജോയിന്റ് സെക്രട്ടറി എന്നിവർ തെരഞ്ഞെടുക്കപ്പെട്ടു. മുൻ സെക്രട്ടറി സായം സന്തോഷ് പാനൽ അവതരിപ്പിച്ചു. ജാസ്മിൻ അമ്പലത്തിലകത്തിന്റെ 8ാമത് പുസ്തകമായ കാച്ചാട്ട തപ്പ മുരളി മംഗലത്ത് ഖദീജ അമ്പലത്തിലകത്തിന് നൽകി പ്രകാശനം ചെയ്തു. നിസാർ തളങ്കര, KPK വെങ്ങര, പ്രമോദ് മഹാജൻ, പ്രതാപൻ തായാട്ട്, ഹമീദ് ചങ്ങരകുളം, നിസാർ ഇബ്രാഹിം, സജീന്ദ്രൻ പുത്തൂർ, ഷബീർ, ഗീതാ മോഹൻ, ബബിത ഷാജി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഹരിത ബുക്സാണ് പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. നവാസ് ഇലഞ്ഞിക്കായി രചിച്ച കാദം എന്ന തിരക്കഥ നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ പ്രകാശനം ചെയ്യും. കൈരളി ബുക്സാണ് പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്.